ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് തിരുവചനത്തിൽ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് അത്ര തന്നെ പരിചയമില്ലാത്തൊരു കഥാപാത്രമാണ് മെഫീബോശത്ത്. ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാൻ്റെ മകനാണ് മെഫീബോശത്ത്. അവനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് പറയട്ടെ, അവൻ 2 കാലം മുടന്തായിരുന്നു. 2 കാലം മുടന്ത്. പാവം ആ ചെറുപ്പക്കാരൻ ശരിയായിട്ട് നടക്കാൻ വയ്യ, വളരെ വിഷമിച്ചാണ് ചുവട് കളിക്കുന്നത്. ഏന്തി നടക്കും, 2 കാലം മുടന്തായിട്ട്. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും അതിൻ്റെ അപകർഷതാബോധമുണ്ടല്ലോ, അതിന് പ്രയാസമുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ 1 കാലം മുടന്താണെങ്കിൽ തന്നെയും പ്രയാസമുണ്ടല്ലോ. 2 കാലം മുടന്തായാൽ എന്ത് ചെയ്യും? നടക്കാൻ വയ്യ, വിഷമിച്ച് നടക്കും. അവൻ സാധിക്കുന്നിടത്തോളം നടക്കാതെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. ആ ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം നടന്നു. അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ ദൈവം തീരുമാനിച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീരുമാനമാണത്. ദൈവത്തിന് കരുണ തോന്നി. ആ കരുണ തോന്നാൻ കാരണം എന്താണെന്നറിയാമോ? ഇവൻ്റെ അപ്പനായ യോനാഥാൻ ശൗൽ രാജാവിൻ്റെ മകനാണ്. ഈ മെഫീബോശത്തിൻ്റെ അപ്പനായ യോനാഥാൻ ദാവീദുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ദാവീദ് അന്ന് ശൗൽ രാജാവിന് ശേഷം പിന്നെ രാജാവായി ദാവീദാണ്. ശൗൽ രാജാവ് ദാവീദിനെ പകച്ചിരുന്നു എന്ന് പഴയ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിൽ കാണാം. ദാവീദ് രാജാവിനെ ശൗൽ രാജാവ് പകച്ചു, കൊല്ലുവാൻ പോലും ശ്രമിച്ചു. പക്ഷേ ശൗലും പുത്രന്മാരും എല്ലാം ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് യുദ്ധത്തിൽ പെട്ടുപോയി. എല്ലാവരും മരിച്ചുപോയി. ദാവീദ് രാജാവായി തീർന്നു. ദാവീദ് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, ഈ പഴയ നിയമത്തിലുള്ളതായ കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പുതിയ നിയമത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായി ദാവീദ് നമുക്കവിടെ കാണാം. ദാവീദ് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് കാണാം. ദാവീദ് ക്രിസ്തു എന്നല്ല പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട്, ഒരു സിംബലായിട്ട്, ഒരു പ്രതീകമായിട്ട് ദാവീദിനെ കാണുകയാണ്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പറ്റിയൊരവസരം വന്നു. അതാണ് ഈ മെഫീബോശത്തിൻ്റെ ജീവിതം. ദാവീദ് മെഫീബോശത്തിന് ദയ കാണിക്കാൻ ഉദ്ദേശിച്ചു. ദൈവത്തിൻ്റെ ദയ മെഫീബോശത്തിന് കൊടുക്കാൻ ദാവീദ് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ശമൂവേലിൻ്റെ പുസ്തകം, 2-ാമത്തെ പുസ്തകം, 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആദ്യം വായിക്കാം, പിന്നീട് 4-ാം വാക്യം വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഞാൻ ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് അവൻ എവിടെ? ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ദൈവാത്മബോധമാണ് ചോദിക്കുന്നത്, അവൻ എവിടെ? ദൈവത്തിന് ദയ കിട്ടേണ്ടതിന്, ദൈവത്തിന് ദയ ലഭിക്കേണ്ടതിന് അതിനർഹനായിട്ടുള്ളവൻ അവൻ എവിടെ? ഞാൻ പറയും, കർത്താവേ ഇവിടെ ഞാനുണ്ട്, എനിക്ക് ദയ തരണം. നിങ്ങളും പറയും, കർത്താവേ എനിക്ക് ദയ വേണം, ദൈവത്തിന് ദയ വേണം. ദൈവത്തിൻ്റെ ദയ കിട്ടിയെങ്കിലേ എനിക്ക് ഒരു ചുവട് വയ്ക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് പറയാം, എൻ്റെ കർത്താവേ മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ മധ്യപ്രായത്തിൽ ഇതുപോലൊരു മാരകമായ രോഗം വരുമെന്ന്. കർത്താവേ അവിടുന്ന് ഒന്ന് കനിയണമേ, നിന്റെ ദയ എൻ്റെ മേൽ നിന്ന് പകരണമേ, എന്നോട് ദയ കാണിക്കണമേ. ദാവീദ് അന്വേഷിക്കുകയാണ്, ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് അതിന് അർഹനായിട്ട് ആരാ ഉള്ളത് എന്ന്. യോനാഥാൻ്റെ മക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാൻ്റെ മകനായ മെഫീബോശത്ത് 2 കാലം മുടന്തുള്ളവനായിട്ടല്ല ജനിച്ചത്. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടുകയാണ് രക്ഷപ്പെടാനായിട്ട്. ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ ധാത്രി ഒരു നേഴ്സ് എന്നുണ്ടെങ്കിൽ പറയാം, എടുത്തുകൊണ്ട് ഓടുമ്പോൾ വീണുപോയി. ഈ കുട്ടി കയ്യിൽ നിന്ന് പോയി, കുട്ടി കയ്യിൽ താഴെ വീണുപോയി. അങ്ങനെയാണ് മുടന്ത് പറ്റിയത്. ചെറുപ്പത്തിലേ പറ്റിയൊരു അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായി ചില പ്രശ്നങ്ങൾ വന്നു വരാം, ചില പ്രതിസന്ധി ഉണ്ടായി എന്ന് വരാം, ചില യാതനകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു വരാം. സ്വാഭാവികമായിട്ടും ചില പ്രതിസന്ധികളെ നിങ്ങൾ നേരിടുന്നുണ്ടാകും. ഇല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പണത്തിൻ്റെ കടം തീർത്താൽ തീരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 2 കാലം മുടന്തായ മെഫീബോശത്തിനെ പോലെ ഇന്ന് ജീവിതം മുടന്തിപ്പോയ അനേകം ആളുകളുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായി, പക്ഷേ ഒരു ജോലി ഇതുവരെയും കിട്ടിയില്ല.
ജീവിതം മുടന്തിപ്പോയി. ഒരു നല്ല വിവാഹം കഴിച്ചു, പക്ഷേ ഇന്ന് ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് ജീവിക്കുന്നു. 2 കാലം മുടന്ത്. ദൈവത്തിന് സ്തോത്രം. ആ വിവാഹം കഴിച്ചു, ഒരു ഓമന കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. 1, 2, 3 പ്രാവശ്യം ഡോക്ടേഴ്സിനെ കണ്ട് അവർ പറയും ചികിത്സയെല്ലാം ചെയ്തു. പക്ഷേ ഇതുവരെ കുഞ്ഞിനെ കിട്ടിയില്ല. 2 കാലം മുടന്ത്. പ്രതീക്ഷകൾ സാധിക്കുന്നില്ല, ആശകൾ നിറവേറുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വളരെയേറെ രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്താണ് കൃഷി തുടങ്ങിയത്. നല്ലൊരു ജയം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കൃഷി മുഴുവൻ നശിച്ചുപോയി, എല്ലാം പോയി. 2 കാലം മുടന്ത്. ഞാൻ പറഞ്ഞത് കാലിൻ്റെ മുടന്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇതുപോലെ കെടുതിയിൽ കഴിയുന്ന അനേകരുണ്ട്, അനേകർ. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുകാരൻ ഒരിക്കൽ പാടി, ഈ ഭൂമിയിൽ ഓർക്കുകയിൽ എന്തൊരു സാധ്യമെന്ന്. സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യം. ഈ ലോകത്തിലാകെ കിട്ടാനുള്ള സങ്കടം മാത്രം, വേറെ സമ്പാദ്യമില്ല. അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒന്നു മാറി ദുരിതങ്ങൾ, ഒന്നു മാറി വേദന വിഷയങ്ങൾ. മനസ്സ് ആകുലപ്പെട്ട് മനസ്സ് ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ, നിങ്ങൾക്ക് ദൈവത്തിന് ദയ ലഭിക്കാൻ ഒരു ചാൻസ് വന്നിരിക്കുന്നു. ദൈവത്തിന് ദയ ലഭിക്കാൻ അർഹനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് അന്വേഷിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ ഇത് കാണാം. ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ദൈവത്തിന് ദയ കിട്ടാൻ അർഹനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദൈവം അന്വേഷിക്കുകയാണ്. വീണ്ടും ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചു. ദയ ലഭിക്കാൻ അർഹനവൻ എവിടെയെന്ന്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ പറയണം, കർത്താവേ, ദയ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിവിടെ ഇരിപ്പുണ്ട്. കർത്താവേ, ദയ കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളിവിടെ വന്നിരിപ്പുണ്ട്. ആരാണത്? ഞാനാണ്. നിങ്ങൾ പറയണം, കർത്താവേ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇന്ന് ഞാനിവിടെ വന്നത് ദയ കിട്ടാൻ എനിക്ക് അർഹതയുണ്ടായിട്ടല്ല ഞാൻ വന്നത്. പക്ഷേ കർത്താവേ, എനിക്ക് ദയ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ദയ എനിക്ക് തരണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഉള്ളു നൊന്ത് നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. ഇതുവരെയുള്ള ജീവിതം താറുമാറായി പോയതായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ തന്നെ വരുത്തി വെച്ച ചില വിനകൾ, ചില ആപത്തുകൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കഷ്ടം വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ദുഷ്ചെയ്തികളുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചില ദോഷങ്ങൾ സംഭവിച്ചു പോയത് ആയിരിക്കാം. സാരമില്ല, അതിനെല്ലാം പരിഹാരം തരാൻ ഈ നല്ലവനായ സ്വർഗങ്ങൾക്ക് അധിപതിയായ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. നിങ്ങൾ വിശ്വസിക്കുക. ഏത് തരത്തിലുള്ളതായ ദുരിതം നിങ്ങൾക്ക് വന്നാലും, ഏതെല്ലാം തരത്തിലുള്ള യാതനകൾ കൂടി നിങ്ങൾ പോയാലും, എല്ലാറ്റിനും പരിഹാരം തരാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അവൻ പുതുക്കി തരുന്നവനാണ്, എല്ലാം പുതുമ തരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, അനേകർ ഇന്ന് ഈ ദയ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തെ ദയ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ തോൽവി അടഞ്ഞവർ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി വലഞ്ഞു പോയവർ അനേകം പേര് ഇന്ന് ഈ ദയ അനുഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം കേട്ടു, വചനം സ്വീകരിച്ചു. വചനം കേൾക്കുക, വചനം സ്വീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മോട് ദയ കാണിക്കാൻ ദൈവത്തിന് ഇന്നും മനസ്സാണ്. നിങ്ങൾ ഇത്രയും മാത്രം നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളെ യേശു കാണുന്നു, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. എനിക്ക് ആശ്വാസം എന്ന വാക്കാണ് ഞാൻ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസം എന്നതാണ്, ദൈവത്തിന് എന്നെ സ്നേഹമാണ് എന്ന് ഒരു ചിന്ത. ഞാൻ നല്ലവനായതുകൊണ്ടല്ല, ഞാൻ വചനം പറയുന്നതുകൊണ്ടല്ല, ഞാൻ പാവിയായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം ആദ്യ ഖണ്ഡിക ഒന്ന് വായിക്കാം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് നമ്മോട് ദയ തോന്നി, സ്നേഹിക്കും ദൈവം ഒരിക്കലും ക്രൂരനല്ല. ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ, എനിക്കെന്താണ് ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എനിക്കെന്താണ് ഈ കഷ്ടത വരുത്തിയത്, ദൈവമേ, എൻ്റെ വിവാഹ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയത് എന്താണ്, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയത് എന്താണ്, നിങ്ങളങ്ങനെ വിചാരപ്പെടരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്തെ അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ദൈവദൂഷകരായിരിക്കുമ്പോൾ, നാം ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അടുത്ത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് നിത്യപിതാവിനോട് നിരപ്പ് വന്നു എങ്കിൽ, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നാം ദൈവത്തോട് നിരന്നതിന് ശേഷം എത്രയധികമായി രക്ഷയുടെ മനോഹരമായ അനുഭവത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. ഇനി അടുത്ത വാക്യം, അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ഒരു കാരണവശാൽ നിങ്ങൾ മറക്കരുത്, യേശു എന്നെ സ്നേഹിക്കുന്നു. കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, രോഗമുണ്ട്, പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, കടമുണ്ട്, പരസ്പര അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു കുടുംബത്തിൽ തന്നെ വഴക്കുണ്ട്, ഇഷ്ടക്കുറവുകളുണ്ട്, മുഷിലുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും യേശുവേ നീ എന്നെ സ്നേഹിക്കുന്നു. മറക്കരുത്, യേശുവേ നീ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരൊറ്റ ചിന്തയാണ് എന്നെ ആത്മീയത്തിൽ നിലനിർത്തുന്നത്. യേശുവിന് എന്നെ സ്നേഹമാണ് എന്നൊരു ചിന്ത, യേശു ക്രിസ്തുവിന് എന്നെക്കുറിച്ച് വാത്സല്യമുണ്ട് എന്നൊരു ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഞാൻ അപ്പനില്ലാതെ ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കണ്ട ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലെ വിരസതകൾ മാറ്റി, വിരക്തികൾ മാറ്റി, എൻ്റെ ഹൃദയത്തിലുള്ളതായ നൈരാശ്യം മാറ്റി, എൻ്റെ അപകർഷതാ ബോധം മാറ്റി. ഈ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വിശ്വസിക്കൂ, യേശു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന അനുഭവം യേശു അറിയുന്നു. യേശു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭാവി ഏറ്റവും ശോഭനമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾ നന്നായി വരാനല്ലേ നാം ആഗ്രഹിക്കുന്നത്? അതുപോലെ സ്വർഗസ്ഥനായ പിതാവ് നാം ഓരോരുത്തരും നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പാവം മെഫിബോശത്തിൻ്റെ 2 കാലും മുടന്തായിപ്പോയി. നാം കാണുന്നത് അവനെ മടക്കി വരുത്തുന്ന ദൈവം, അവനെ ക്ഷണിക്കുന്ന ദൈവം, അവൻ എവിടെയെന്ന് അന്വേഷിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ സ്നേഹം അന്വേഷിക്കുകയാണ്, അവനെ അന്വേഷിക്കുന്ന ദൈവത്തിന് ദയ പ്രാപിക്കേണ്ടതിന് യോഗ്യനായി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം 9-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മീയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ലോദേബാരിലായിരുന്നു ഈ മെഫിബോശത്ത് വസിക്കുന്നത്. ലോദേബാർ എന്ന് പറയുന്ന പേരിന് അർത്ഥമുണ്ട്. അത് ഊഷര ഭൂമിയാണ്, ഉണങ്ങി വരേണ്ട ഭൂമിയാണ്, അത് മരുഭൂമിക്ക് തുല്യമായ ഭൂമിയാണ്. അവൻ താമസിക്കുന്നത് ലോദേബാരിലാണ്. ലോദേബാർ വളരെ അർത്ഥവത്താണത്. നാം ജീവിക്കുന്ന ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നാം വളരെ വിരസതയോടെയാണ് കഴിയുന്നത്. ഇന്നത്തെ ചുറ്റുപാടിൽ ചിലർ പറയും, നിങ്ങളുടെ ഈ വീട് ഒന്ന് മാറ്റി വെച്ചാൽ, ഇവിടെ താമസിക്കാതെ വേറൊരിടത്തേക്ക് വീട് മാറ്റിയാൽ, ഇവിടെ വിറ്റിട്ട് പോയാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല കാലം വരും, അല്ലെങ്കിൽ നിങ്ങൾക്കെന്നും കാലദോഷമായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ജ്യോത്സ്യന്മാരും ജ്യോതിഷക്കാരും ഒക്കെ ഇങ്ങനെയൊക്കെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല വേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടും, ലഭിക്കും. ഇന്നുള്ള വീടൊന്നും മാറണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പേടിക്കേണ്ട. ആരെന്ത് ചെയ്താലും നിങ്ങൾ ഫലിക്കാതെ വണ്ണം ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ വീടിന് ചുറ്റും തിരുരക്തം കൊണ്ട് ഒരു കോട്ട കെട്ടണം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടണം. നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കണം, യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കണം. എന്നിട്ട് കർത്താവ് പറയുന്നത്, കർത്താവേ, എൻ്റെ ഈ വീടിൻ്റെ ചുറ്റും വളപ്പിനുള്ളിൽ കാര്യം കിടക്കാതെ വണ്ണം നിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടിത്തരണം. വീണ്ടും പറയണം, കർത്താവേ, നിൻ്റെ തീമതിൽ എനിക്ക് ചുറ്റും കെട്ടണം. തീ കൊണ്ട് മതിൽ തീർത്തു തരും. നിങ്ങൾ വെറുതെ വിട്ടിത്തം കാണിക്കേണ്ട. നിങ്ങൾ വീട് വിട്ടു പോവുകയൊന്നും വേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട.
ഒരു മന്ത്രവാദം കൊണ്ട് ഫലിക്കുകയുമില്ല. ഒന്നും പേടിക്കാനില്ല. മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ക്ഷുദ്രപ്രയോഗങ്ങളോ ഒന്നും നിങ്ങളുടെ മേൽ ഫലിക്കുകയില്ല. കൈവശവും ഫലിക്കുകയില്ല. പേടിക്കേണ്ട. ചെയ്യേണ്ടത് എന്താണ്? യേശു ക്രിസ്തുവിന് തിരുരക്തം കോട്ടയായി കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ചിലർ പറയും എൻ്റെ മോന് പരീക്ഷ പാസ്സാകാൻ പറ്റാത്തതിന് കാരണം ഞങ്ങളുടെ ശത്രുക്കളായ ചിലരുണ്ട്, അവരെന്തോ ചെയ്തിട്ടാണെന്ന്. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, അതെല്ലാം തെറ്റായ മൂഢധാരണകളാണ്. വേണ്ടത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് അവിടെ ഒരു കോട്ട കെട്ടണം. അത് പ്രാർത്ഥനയിലാണ് സാധിക്കേണ്ടത്. പ്രാർത്ഥനയിൽ. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിന് തീ കൊണ്ട് തീ മതിൽ കെട്ടണം. തീ മതിൽ. വീടിന് ചുറ്റും തീ മതിൽ, നമുക്ക് ചുറ്റും തീ മതിൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, ഈ സ്വർഗത്തിൻ്റെ തീ മതിൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പാവം വരികയില്ല, പിശാച് നമ്മെ തൊടുകയില്ല, സാത്താൻ നമ്മെ തൊടുകയില്ല. ഏത് സർപ്പക്കാവിൽ പോയാലും ഒന്നും പേടിക്കാനില്ല. ചിലർ പറയും ആ ഭാഗത്തൂടെ അയ്യോ പോകല്ലേ, രാത്രി അതിൽ പോയാൽ അപകടമാണ്, യക്ഷി വന്ന് വെട്ടിക്കുടിക്കും എന്നൊക്കെ പറയുന്ന പഴയകാല ചിന്താഗതികളുണ്ട്. എല്ലാം തെറ്റാണ്. അതെല്ലാം പാവപ്പെട്ട മനുഷ്യരെ പാവകളിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് എന്താണ് വേണ്ടത്? എനിക്ക് ചുറ്റും യേശുക്രിസ്തുവിന്റെ ദൂതന്മാർ കാവലായിട്ടുണ്ട്. വിശ്വാസം വരണം. നമുക്ക് ആ ഉറപ്പ് കിട്ടണം. എനിക്ക് ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ മതിലുണ്ട്. തീ മതിൽ. തീ കൊണ്ടൊരു മതിലുണ്ട്. ഇപ്പുറത്തേക്ക് കിടക്കാൻ ആർക്കും സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ നിങ്ങൾ മാറ്റിക്കളയുക. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം മതി. മറ്റൊന്നും ചെയ്യണ്ട. അതിനുവേണ്ടി ആർക്കും പൈസ മുടക്കുകയും വേണ്ട. നിങ്ങളൊരു സംഭാവന കൊടുക്കുകയും വേണ്ട. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. വചനം മുറക്കി കേൾക്കണം. വചനം കേട്ട് വചനപ്രകാരം നിങ്ങൾ ജീവിക്കാൻ തീരുമാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പാപം വരരുത്. പാപത്തിന് പ്രവേശനം ഉണ്ടാകരുത്. ഹൃദയം വിശുദ്ധമായിരിക്കണം. തിന്മ വന്നുപോയി ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. പാപങ്ങൾ വന്നുപോയി, കർത്താവ് തെറ്റുകൾ സംഭവിച്ചു പോയി, ക്ഷമിക്കണമേ എന്ന് പറയണം. ഇനിമേലില്ല എന്ന് പറയണം. ജീവിതത്തിൽ വ്യക്തമായി തീരുമാനമെടുക്കണം. അത് മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആ ദയ നമുക്ക് ലഭിക്കും. ദൈവത്തിന് ദയ ലഭിക്കും. ദയ ലഭിക്കാനുള്ള മാർഗം അവൻ നമ്മെ അന്വേഷിക്കും. ദയയ്ക്ക് യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം മടക്കി വരുന്ന ദയയാണ്. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ലോദേബാരിൽ താമസിക്കുകയായിരുന്നു. ഉണങ്ങി വരേണ്ട ഭൂമിയിൽ താമസിക്കുകയായിരുന്നു. നമ്മുടെ പലരുടെയും ജീവിതം ഇന്ന് ഉണങ്ങി വരേണ്ടിയിരിക്കുന്നു. കണ്ണീരില്ല, ആർദ്രതയില്ല, മനസ്സലിവില്ല, നമ്മുടെ ഹൃദയം അലിയുന്നില്ല. നമുക്ക് നിരാശ മാത്രമേ ഉള്ളൂ, ഹൃദയം അലിയുന്നില്ല. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പിടണം. വന്നുപോയ പാപങ്ങളെ ഓർത്ത് കരയണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് കരയണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന് ദയ ലഭിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായ മാരകമായൊരു ദോഷം ചെയ്തു. അവനെ കൊലക്കുറ്റത്തിന് ഒരു കൊലപാതകം ചെയ്തതാണ്. അവനെ ശിക്ഷ വിധിച്ചു, തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലും. അവനെ ജയിലിലെ ഒരു സെല്ലിൽ ഒരു അറയ്ക്കകത്തവനാക്കി. അവന് പുറത്ത് കിടക്കാൻ യാതൊരു നിർവാഹവുമില്ല. എന്നും ജയിലിലെ വാർഡൻ വന്ന് അവന് ആഹാരം കൊടുക്കും. അവൻ വെളിയിൽ നിന്ന് ആഹാരം അവിടെ കൊടുക്കാനൊരു ചെറിയ പഴുതുണ്ട്, അതിൽ കൂടെ കൊടുക്കും. അവൻ അതിനകത്ത് തന്നെ എപ്പോഴും രാവും പകലും ഉറക്കമില്ല. എന്നാണ് കൊല്ലുന്നതെന്ന് അറിയാൻ പാടില്ല. തൂക്കുകൊല്ലും, ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അവന് അവിടെ ദുഃഖത്തോടെ കിടക്കുകയായിരുന്നു, വിഷമിച്ച് കിടക്കുകയായിരുന്നു. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപനുണ്ട്. പക്ഷേ അവന് അതിൽ രക്ഷപ്പെടാൻ നിർവാഹമില്ല. കോടതി വിധിച്ചു കഴിഞ്ഞു. അവിടെ കിടക്കുമ്പോൾ ഒരു ദിവസം 2 സുവിശേഷകരെ അവിടെ ചെന്നു. ഈ കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവനെ കാണാൻ. അവർ പുറത്തു നിന്നുകൊണ്ട് അഴിയുടെ ഇടയിൽ കൂടി അവനോട് സംസാരിച്ചു. ഇരുമ്പഴിയുടെ പുറത്ത് നിന്നുകൊണ്ട് അവർ സംസാരിച്ചു. മോനെ, നിൻ്റെ ജീവിതം അവസാനിക്കാറായല്ലോ, നീ മരിക്കുമല്ലോ, നീ രക്ഷപ്പെടണം. അവൻ ദേഷ്യം വന്നു. നിങ്ങൾ ഈ വേദാന്തം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്ക് വരണ്ട, എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവൻ അല്പം ധിക്കാരത്തോട് പറഞ്ഞു. അവർ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, നിനക്ക് ഇനി അല്പകാലമല്ലേ ഉള്ളൂ. ഉള്ള കാലത്ത് നീ അനുഭവിക്കൂ, മാനസാന്തരപ്പെടൂ. നീ കുറ്റമേറ്റു പറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ക്രിസ്തു നിനക്ക് സമാധാനം തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ കുറേ നേരം പറഞ്ഞിട്ടും അവനൊന്നും ശ്രദ്ധിക്കുന്ന മട്ടില്ലായിരുന്നു. അവരൊരു വേദപുസ്തകത്തിൻ്റെ ഒരു പുതിയ നിയമം അവൻ്റെ നേരെ നീട്ടി. അവനത് അപ്പം തന്നെ പിച്ച് ചീന്തി അവൻ പുറത്തേക്ക് എറിഞ്ഞു. അവന് ചില കടലാസുകൾ അകത്തും വീണു, ചിലത് പുറത്തും പോയി. അവർ ദുഃഖത്തോടെ നിന്നൊരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചിട്ട് അവർ പോയി. ദൈവ സുവിശേഷകർ പോയി. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. കുറേ നേരം ഉറക്കം വരാതിരുന്നു. എപ്പോഴോ ഒന്ന് മയങ്ങി.
അപ്പോൾ അവന് സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുന്നത് അവൻ്റെ അമ്മ വന്ന് നിൽക്കുന്നു. എൻ്റെ അമ്മ നല്ല ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അമ്മ വന്ന് നിൽക്കുന്നു. സൂക്ഷിച്ചത് അമ്മ തന്നെയല്ലേ? അതെ, അമ്മ തന്നെ. അവൻ അത്ഭുതത്തോടെ നോക്കി. അമ്മ വന്ന് നിൽക്കുന്നത് പരലോകത്താണ്. അമ്മ സ്വർഗത്തിൽ തിരിക്കുകയാണ്. സ്വർഗത്തിലാണ് അമ്മ. അമ്മ ഇവനെ മാടി വിളിക്കുന്നു, മോനെ നീ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവൻ എഴുന്നേറ്റ് പോകാൻ നോക്കി. സ്വപ്നത്തിലാണ് ഇതെല്ലാം. എഴുന്നേറ്റ് പോകാൻ നോക്കി. നീങ്ങാൻ പറ്റുന്നില്ല. അവന് ചെല്ലാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ കാരണം ആ മനോഹരമായ അമ്മ നിൽക്കുന്ന സ്ഥലം അവിടെ ചെല്ലാമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെല്ലാൻ സാധിക്കുന്നില്ല. ഒരു വലിയ മതിലിങ്ങനെ പൊങ്ങി വരുന്നു. ഒരു വലിയ മതിൽ. ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. സ്വപ്നത്തിലാണ്. വലിയൊരു മതിൽ, ഭയങ്കരമായ പൊക്കമുള്ളൊരു മതിൽ. സാധ്യമല്ല. കഷ്ടം. എൻ്റെ അമ്മ എന്നെ വിളിച്ചു വേണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. അവൻ ഓർത്തു, അത് ശരിയാണ്. കാരണം ഈ മതിൽ പോലെ എൻ്റെ പാവം നിൽക്കുന്നു. മതിൽ പോലെ എൻ്റെ പാവം ഞാൻ എന്തെല്ലാം വൃത്തികേടാണ് ചെയ്തത്. എൻ്റെ അമ്മ എത്ര ഉപദേശിച്ചിട്ട് ഞാൻ അനുസരിക്കാതെ ഞാൻ എന്തെല്ലാം പാവത്തിലേക്ക് പോയി. അതുകൊണ്ട് മതിൽ പോലെ നിൽക്കുന്നു. എൻ്റെ പാവങ്ങളാണ് നിൽക്കുന്നത് എന്നവന് മനസ്സിലായി. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പോകാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് ഒരു അത്ഭുതം നടന്നത്. ആ മതിലിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു തുള്ളി രക്തം വന്ന് വീണു. ആ ഒരു തുള്ളി രക്തം വീണ ഉടനെ ആ മതിലിങ്ങനെ ആകെ വ്യാപിച്ചു വരികയാണ്. രക്തം വ്യാപിക്കുന്നിട്ടെല്ലാം മതിൽ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നു. അത് നോക്കി നിമിഷങ്ങൾക്കുള്ളിൽ മതിലില്ല. മതിൽ തീർന്നു പോയി. ഒരു തുള്ളി രക്തം വേണ്ടിയുള്ളൂ. അവൻ അങ്ങോട്ട് നോക്കി. ഇപ്പോഴും അമ്മയെ കാണാം. സന്തോഷം. അവൻ എഴുന്നേറ്റ് അമ്മയുടെ അടുക്കിലേക്ക് പോകാൻ ആഞ്ഞ് പോകുന്നു. സ്വപ്നം കഴിഞ്ഞു. അവനോർത്തു, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഒരു തുള്ളി രക്തം അത് വീണ്ടപ്പോൾ മതിൽ പോയി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശിവ കഷ്ടം. ഇന്ന് ഉപദേശിമാർ വന്നപ്പോൾ അവർ പറഞ്ഞത് കേട്ടോളാമായിരുന്നു. പക്ഷേ അവർ പുസ്തകം തന്നല്ലോ, അതിൻ്റെ കടലാസ് ഉണ്ടല്ലോ. അവനകത്ത് അവിടെ ചിതറിക്കിടന്ന കടലാസുകളിൽ ഓരോന്നെടുത്ത് നോക്കി. എപ്പോഴോ ഒരു കടലാസിൽ എൻ്റെ കണ്ണ് നല്ലപോലെ പതിഞ്ഞു. എല്ലാം ദൈവികമായ കാര്യപരിപാടിയല്ലേ. ആ കടലാസിൽ എൻ്റെ കണ്ണ് പതിഞ്ഞ ഉടനെ അവൻ ആ കടലാസിൽ വായിച്ചു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നു. കാര്യം മനസ്സിലായി അവന്. യേശുക്രിസ്തുവിൻ്റെ രക്തം വീണാൽ പാപങ്ങളെല്ലാം മാറും. യേശുക്രിസ്തുവിൻ്റെ തിരക്തം വീണാൽ എല്ലാം അതിലും പോകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു. അത് അവൻ വായിച്ചു. അവൻ ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. ആ കടലാസിൽ അവൻ്റെ മുഖം അമർത്തിക്കൊണ്ട് അവൻ മുട്ടുമേൽ നിന്നു. അവൻ വിതുമ്പി കരയാൻ തുടങ്ങി. കർത്താവേ, ക്ഷമിക്കണമേ. നല്ല നല്ല കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചു. കർത്താവേ, എൻ്റെ അമ്മ തന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല. ഞാൻ പാപത്തിലേക്ക് പോയി. കർത്താവേ, ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിലെ പാപത്തെ ഓർത്ത് അനുദപിച്ചു. ഉള്ളു തകർന്ന് കരഞ്ഞു. എന്തൊരത്ഭുതം! അത്ഭുതങ്ങളുടെ അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ വാർഡൻ വന്ന് നോക്കുമ്പോൾ, ജയിൽ വാർഡൻ നോക്കുമ്പോൾ ഇവൻ നല്ല സുസ്മേരോധനായിരിക്കുന്നു. എന്ത് പറ്റി നിനക്ക്? നീ എന്നും കോപിച്ച് ദേഷ്യപ്പെടാറുള്ളത്, നീ എന്താന്ന് സന്തോഷമായിട്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി അത്ഭുതം നടന്നു. ഇന്നലെ രാത്രി ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. യേശുക്രിസ്തു രക്തത്തിൻ്റെ പാവമെല്ലാം കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് സംഭവിച്ചത്, അവൻ്റെ തൂക്കിക്കൊല്ലാനുള്ളതായ ആ വിധി പോലും മാറി. അതുപോലും മാറി. അവൻ രക്ഷപ്പെട്ടു. അവൻ പുറത്തു വന്നു. അവൻ സുവിശേഷനായി തീർന്നു എന്നാണ് കഥ പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ രക്തം വീണാൽ എല്ലാം ശരിയാകും. യേശു ക്രിസ്തുവിൻ്റെ രക്തം എങ്ങനെ വീഴും? വിശ്വാസത്താൽ. എനിക്ക് ഭാഗ്യവശാൽ നല്ല ഉറപ്പുണ്ട്, നമ്മുടെ കൂട്ടായ്മയിലിരുന്ന് അനേകർക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കുന്നവർ, കൊടിയ പാവങ്ങൾ ചെയ്തവർ, ഭയാനകമായ തിന്മകൾ വീണുപോയവർ, ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റുകൾ വീണുപോയവർ, അനേകരെ ചതിച്ചവർ, ഇങ്ങേയറ്റം വാടകക്കൊലയ്ക്ക് നടന്നവർ, കൂലിത്തൽ നടന്നവർ, കേട്ടാൽ നിങ്ങൾക്ക് ഭയം തോന്നും. അതുപോലെ വേണ്ടാത്ത ജീവിച്ചവർ. എന്നാൽ അനേകരെ ഈ തിരക്തത്താൽ രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഇന്ന് ഒരു ചോദ്യമേ നിങ്ങളോടുള്ളൂ. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾ രക്ഷപ്പെടണമോ? നിങ്ങളുടെ പാപം മാറണമോ? നിങ്ങൾക്ക് ശോഭനമായ ഭാവി വേണമോ? അനുഗ്രഹീതമായ നല്ല കാലങ്ങൾ വേണമോ? ആനന്ദ ഐശ്വര്യം ഇടുന്ന മാസങ്ങളും ആണ്ടുകളും വേണമോ? എങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യൂ. കർത്താവേ, നിൻ്റെ തിരുവലാവിനൊഴുകിയ ആ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേൽ ഒന്ന് പൊഴിയണമേ. കർത്താവേ, നിൻ്റെ ആ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയേൽ വന്ന് പൊതിയണമേ. കർത്താവേ, നിൻ്റെ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയിൽ കുറിച്ച് അടയാളമായി ഒന്ന് വീഴണമേ. എൻ്റെ നാഥ, എൻ്റെ പാവങ്ങളെല്ലാം കഴുകുന്ന ആ തിരക്തം ഇന്ന് എൻ്റെ മേലൊന്ന് വീണാൽ കർത്താവേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, മേലിൽ ഞാൻ പാവം ചെയ്യുകയില്ല. ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ഓർക്കുന്നു, മേലിൽ ഞാൻ പാവം ചെയ്യുകയില്ല. നിങ്ങൾ കർത്താവിനോട് വാക്ക് പറയാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കാം. കർത്താവിനോട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ഒറ്റയ്ക്ക് വാക്ക് നിങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കിന്ന് സൗഭാഗ്യ ദിവസം ആരംഭിക്കണം. ഇന്ന് സന്തോഷം ആരംഭിക്കണം. ഇന്ന് സമാധാനം ആരംഭിക്കണം. ഇന്ന് ജീവിതത്തിന് സുഖം ആരംഭിക്കണം. ഇന്ന് സമാധാനം ആരംഭിക്കണം. ഒറ്റയ്ക്കൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ചേർത്ത് പിടിക്കാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൊടുത്താൽ മതി. നിങ്ങൾ തട്ടി മാറ്റാതിരുന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ യേശു ഒന്ന് നിൽക്കുന്നു. നിങ്ങൾ ആ കരത്തെ തട്ടി മാറ്റരുത്. യേശുവിൻ്റെ കരത്തിൽ നിങ്ങൾ കയറി പിടിച്ചുകൊള്ളൂ. അവൻ നിങ്ങൾ പിടിച്ചുകൊള്ളും. നിങ്ങൾ അവൻ്റെ കരത്തിൽ പിടിച്ചുകൊള്ളൂ. മുന്നോട്ട് പോയിക്കൊള്ളൂ. യേശു നിങ്ങളെ നയിക്കും. യേശു നിങ്ങൾ നടത്തും. യേശു നിങ്ങൾക്ക് ഐശ്വര്യം തരും. യേശു നിങ്ങൾക്ക് സമാധാനം തരും. യേശു നിങ്ങൾക്ക് ശോഭനമായി ഭാവി തരും. കഴിഞ്ഞ കാലങ്ങളെല്ലാം മാറ്റിമറിച്ച് തരും. അനുഗ്രഹത്തിൻ്റെ പുതിയ കാലങ്ങൾ അവൻ തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും തരുവാൻ യേശു ഇന്ന് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. യേശു ഇതാ മന്ദം നടന്നു പോകുന്നു. അവൻ്റെ ആ പാദത്തിൽ മുറിവുണ്ട്, ആണിയടിച്ച മുറിവ്. അവൻ്റെ കൈകളിൽ ആണിപ്പാടുണ്ട്, തിരക്തം ചിന്തുന്നുണ്ട്. അവനിതാ നടന്നു പോകുന്നു. നിങ്ങൾ അവനോട് പറയൂ, കർത്താവേ പോകല്ലേ, ഒരു നിമിഷം നിൽക്കണേ. കർത്താവേ, ഒരു നിമിഷം ഞാനിതാ എന്നെ നിനക്ക് തരട്ടെ, എൻ്റെ ജീവിതം നിനക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പറയുമ്പോഴേക്കും യേശുവിൻ്റെ കരം വന്ന് നിങ്ങളുടെ തലയിൽ വയ്ക്കും. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ തലമേൽ വയ്ക്കും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ കരം നിങ്ങൾ തലമേൽ വയ്ക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യശാലികളാകും. നിത്യത ഉറപ്പായി തീരും. നിത്യസ്വർഗത്തിൻ്റെ അവകാശികളായി തീരും. നിത്യ സൗഭാഗ്യം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാ നന്മകളും നിങ്ങൾക്ക് നിറഞ്ഞു കിട്ടും. പറയുവീൻ, യേശുവിൻ്റെ വാക്ക് പറയുവീൻ. യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുവീൻ. യേശുവിൻ്റെ പുതിയ വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റുപറയാം, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്തവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രൂസിൽ വെച്ച രക്ഷക, ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ പാദത്തിൽ ജീവിതം അർപ്പിക്കുന്നതായ മഹാസൗഭാഗ്യം ഇന്ന് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ആശീർവദിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.